ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. ഇതൊരു ജെൻഡർ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കോർ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരായിട്ടാണ് നിൽക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി റിലേഷൻഷിപ്പിൽ ആരായിട്ടാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ശരിയായ ഒരു ട്രൂത്ത് എന്താണ്? അതായത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് കണ്ടുമുട്ടിയത് എന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കോർ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്കെടുത്ത പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. അതായത് രണ്ടുപേരും പരസ്പരം ഒരു ഒബ്സർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ പരസ്പരം ഒബ്സർവ് ചെയ്യുന്ന, പരസ്പരം നിരീക്ഷിക്കുകയാണ്. എന്താണ് നിങ്ങൾ, അതായത് എന്താണ് ആ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കോർ എനർജി ആയിട്ടാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. പരസ്പരം ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇത്. അതായത് നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അകൽച്ച ഉണ്ടായിരിക്കാം. അതുമൂലം ചിലപ്പോൾ നിങ്ങൾ പരസ്പരം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്താണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ എന്താണ് എന്നുള്ള ആ രീതിയിലുള്ള ഒരു എനർജി ആയിട്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിന് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു മായാലോകത്ത് നിൽക്കുന്ന ഒരു എനർജി പോയിട്ടാണ്. കാരണം എന്താണ് ഇത് ശരി തെറ്റ്, അല്ലെങ്കിൽ എന്ത് ഞാൻ തിരഞ്ഞെടുക്കണം എന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഒരു മായാലോകത്ത് പെട്ട പോലെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് റിലേഷനിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ഈ വ്യക്തിക്ക് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഉള്ളത് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ശരിയായൊരു ട്രൂത്ത് അല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു ഗൈഡൻസ്, എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നുള്ള ഒരു ഗൈഡൻസ് ചോദിച്ചപ്പോൾ നമുക്ക് 3 ഓഫ് പെറ്റക്കിൾസ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോയി ഇതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട് എന്നാണ് ഡിവൈൻ നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പതുക്കെ ബിൽഡ് ചെയ്ത് പോകേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് ഒറ്റയടിക്ക് ഒരു വലിയ ഇതിലെത്തുന്നതല്ല, സ്റ്റെപ്പായി ഇത് ഗ്രോ ചെയ്ത് പോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്.